ഹായ് മച്ചാമാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിയൽമി 50 എന്ന് പറഞ്ഞ മോഡലാണ്. അത്യാവശ്യം നല്ല മോഡലാണ് മച്ചാനെ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൊബൈൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് മാറാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും പൊട്ടൽ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ ഏറ്റവും താഴെ അകത്ത്, അതായത് ഇൻസൈഡിൽ ഒരു ചെറിയൊരു ക്രാക്ക് മാത്രമേ വീണിട്ടുള്ളൂ. അങ്ങനെ ഡിസ്പ്ലേ ഫുള്ളും പോയി. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ മാറാൻ പോകണം. ഏറ്റവും അടിയിൽ അത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ആൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ്ട് ഏറ്റവും അടിയിൽ അകത്തൊരു നിഴൽ പോലെ, അങ്ങനെ നമ്മുടെ LED ഒക്കെ പൊട്ടുമ്പോൾ എങ്ങനെ വരും അതേപോലെയാണ്. ഇത് IPS LCD ആണ്, പക്ഷേ അതുപോലെയാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് സിം ട്രേ ഇളക്കാണ്. ഇതിൻ്റെ ബാക്ക് പാനൽ മച്ചാനെ നല്ല എന്താ പറയുക, ഒരു സ്ക്വയർ, നല്ല ഒരു എന്താ പറയുക, ഒരു കപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട്. സാംസങ്ങിൽ A13 A14 അതിലൊക്കെ വരത്തില്ലേ, അതേ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല കിടില മോഡൽ വെച്ചാണ്. ഞാനിത് അധികം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴാണ് സർവീസിന് വന്നത് ഈ 50. നാർസോ 50 അല്ല, റിയൽമി 50. ഓക്കെ, നാർസോ 50 എന്ന് വിചാരിക്കരുത്, റിയൽമി 50 ആണ്. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മൾ പയ്യ ബാക്ക് പാനൽ ഇളക്കാണ്. സൈഡ് മൗണ്ടൈനാണ് ഫിംഗർ പ്രിൻറ്റ്. അത് നൈസിനോട് ഇളക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റിയൽമിയിൽ പൊതുവേ എനിക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഇളക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതിന് മുമ്പ് ഒരു മോഡൽ ഇളക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 11 Pro. അത് ഇളക്കിയപ്പോൾ ഒന്നും പറയണ്ട. അതിൻ്റെ അത് ബാറ്ററിയുടെ അടിഭാഗത്തൊക്കെ ഇച്ചിരി പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടോ, ആ പെയിൻറ്റ് അവിടെ പിടിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ക്യാമറ ചുറ്റിലൊരു ഗമ്മുണ്ട്, അതിനകത്തുണ്ട്, അതുകൊണ്ടോ. ഇതാണ് ഞാൻ ഇളക്കുന്നതിന് മുമ്പേ പറഞ്ഞത്. ഇവരുടെ ആ ഒരു എനിക്കൊരു ഇൻസൈഡ് ക്വാളിറ്റി എനിക്ക് അത്ര താല്പര്യമില്ല. കണ്ടോ, അതൊക്കെ അവിടെ താണ്ട് ആ സ്റ്റിക്കറിൽ പിടിച്ച് അങ്ങനെ പോയി. ഇതൊരു ജസ്റ്റ് പെയിൻ്റാണ്, അപ്പോൾ അത് അങ്ങനെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുപോലെ സെറ്റ് ചെയ്യുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികേടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് പണിയേണ്ടി വരും. ഇത് മിക്കവാറും അതിന് വരും. ഇത് നമുക്കറിയാവുന്ന ഒരു കസ്റ്റമറാണ്. ഓക്കെ മച്ചാനെ, അപ്പോൾ നമ്മൾ ബാക്ക് പാനലിളക്കി മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ബാക്ക് പാനലാണ്. അടുത്ത് നമ്മളിവിടെ മുകളിൽ അതാണ്ട് സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ്. ഇവിടെ കണ്ടോ, ഈ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്നൊരു സ്ട്രിപ്പ് നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. ചില മൊബൈലിലൊക്കെ ആകുമ്പോൾ റെഡ്മിയൊക്കെ ഇളക്കാൻ നേരത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നല്ല ലോക്കൊക്കെ ചെയ്ത് ക്ലിയറായിട്ട് അതിൻ്റെ അടി കൂടി, അതായത് ബാറ്ററിയുടെ അടിയിൽ കൂടി ഈ സ്ട്രിപ്പ് കയറിയിട്ട് ഒരു സേഫായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ നോക്കിയപ്പം അറിയാതെ പെട്ടെന്ന് ആരെങ്കിലും ഇത് വലിച്ച്, അതായത് ബാക്ക് പാനൽ ഇളക്കുന്നെങ്കിൽ ഈ സ്ട്രിപ്പ് കട്ടായി പോകത്തില്ല. നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ സ്ട്രിപ്പ് കട്ടായി പോകും, ഉറപ്പായും കട്ടായി പോകും. ഇത് ഇളകി വന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഇളകി വന്നില്ല എന്നുണ്ടെങ്കിൽ കട്ടായി പോകും, ഉറപ്പാണ്. അതേ ബാറ്ററിയുടെ അടിയിൽ കൂടിയൊക്കെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സേഫാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇച്ചിരി ഒരു ബോറായിട്ടാണ് തോന്നിയത്. പിന്നെ സെറ്റ് കൊള്ളാം, കാണാനൊക്കെ ഭംഗിയാണ്, നല്ല രസമാണ്. പിന്നെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാതെ എങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും 50 യൂസ് ചെയ്യുന്നെങ്കിൽ, റിയൽമി 50 യൂസ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വെച്ചാൽ. അപ്പോൾ ഞാനിതാ സ്ക്രൂ എല്ലാം ഇളക്കുകയാണ്. റിയൽമി 11 Pro ഇറങ്ങിയ സമയത്ത് നമുക്ക് എടുത്ത് ഒരാഴ്ചയിൽ സർവീസിന് വന്നായിരുന്നു. ഞാനന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി, അത് ഇളക്കിയവർക്ക് മനസ്സിലാവും, ബാറ്ററിയുടെ അടിയിൽ ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ചുമപ്പ് കളർ റബ്ബർ പുഷ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇളക്കിയവർ അത് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇളക്കിയവർ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വെച്ചാൽ. അപ്പോൾ അതാണ്ടേ ഞാനിവിടെ ഇളക്കാണ്. ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ, ആ പെയിനിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട്. ഇതോ അത് തപ്പുകയാണ്. ഇതാണ്ടേ ഇവിടെ എവിടെയാണ് കണ്ടുണ്ടോ, അതാണ്ട് കണ്ടുപിടിച്ച്, ഇതാണ്ട് അവിടെയാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ ഞാൻ ആ സ്ക്രൂ ഇളക്കാം. ഓക്കെ, ഇതുകൊണ്ട് അവിടെ പെയിൻറ്റിൻ്റെ അടിയിലിരിക്കുകയാണ്. അപ്പോൾ ആ 11 Pro ഇളക്കിയവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വെച്ചാൽ. അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരുമാതിരിയായിപ്പോയി. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ എക്സ്ട്രാ സ്പേസ് ഒരു റബ്ബർ പുഷൊക്കെ കൊടുത്ത് കവർ ചെയ്യാന്ന് വെച്ചാൽ ചൈനയുടെ ഒരു ഇതായിപ്പോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കിവിടെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത്, ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് തിരിച്ചിടാൻ പോവാണ്. കാരണം താഴെ ഒരു നിഴൽ പോലെ ഒരു ചെറിയ, ഞാൻ പറഞ്ഞല്ലോ LED-ക്കകത്ത് ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും, അതുപോലെ ഒരു പൊട്ടലേ ഉള്ളൂ. സപ്പോസ് ഇനി എന്തെങ്കിലും ബ്രേക്ക് ആണെങ്കിൽ, അതുകൊണ്ട് ഞാൻ സ്ട്രിപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടിട്ട് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇല്ല മച്ചാനെ, പണി കിട്ടിയതാണ്. ഇൻസൈഡാണ്, വെളിയിൽ ഒരു പോറലും ഇല്ല, പക്ഷേ അകത്ത് ചെറുതായിട്ട് ചെറിയൊരു പോറൽ പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ LED-ക്കകത്ത് അകത്ത് ചെറിയ പോറൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പോക്കാണല്ലോ, അതുപോലെയാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാ ഇളക്കമാണ്. ബാറ്ററി ഇളക്കാൻ പിന്നെ വലിയ പാടില്ല. ഓഹ്, എൻ്റെ പൊന്നോ, തെറിച്ചങ്ങ് പോയി. ബാറ്ററി ഇളക്കുന്ന കാര്യത്തിൽ റിയൽമി, ഓപ്പോ, വിവോ അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. പണ്ട് സാംസങ് ഇളക്കിയവർക്ക് അറിയാം ഇപ്പോൾ ഉള്ള ബാറ്ററി എത്ര സിമ്പിളായിട്ട് ഇളക്കുന്നതെന്ന്. സാംസങ്ങിൻ്റെ ബാറ്ററി ഇളക്കണമെങ്കിൽ ഊപ്പാടും ചാപ്പാടും വരും പണ്ട്. ഓക്കെ മച്ചാനെ, അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഇതാണ്ട് സ്ട്രിപ്പ്, ഇതും വളരെ സിമ്പിളാണല്ലോ. ചിലതിൻ്റെ ഗമ്മൊക്കെ ഭയങ്കരമായിരിക്കും. അപ്പോൾ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ്. ഇതിൽ കൃത്യമായി പറയണമെങ്കിൽ ഏറ്റവും അടിയിൽ നടുക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലൈൻ അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ എവിടെയും പൊട്ടലോ കാര്യങ്ങളോ മഷി പടരുകയോ അങ്ങനെ ഒന്നുമില്ല. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഡിസ്പ്ലേ പോയി.
അപ്പോൾ LED-ക്കകത്താണ് കൂടുതൽ ഞാൻ അങ്ങനെയൊക്കെ ഒരു പൊട്ടൽ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് IPS LCD-ക്കകത്ത് ഇങ്ങനെ ഒരു പൊട്ടൽ കാണുന്നത്. സാധാരണ പൊട്ടൽ ചെറുതായിട്ടുണ്ടെങ്കിലും തന്നെ വർക്കാവും. പിന്നെ സ്ട്രിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും നെരുക്കോ എന്തെങ്കിലുമൊക്കെ പറ്റി കാണണം, അല്ലാതെ അങ്ങനെ വരത്തില്ല. അല്ലെങ്കിൽ ചെറിയൊരു വെട്ടമെങ്കിലും വരും LCD-ക്കകത്ത് പൊതുവേ. ഓക്കെ മച്ചാനെ, അപ്പോൾ നമ്മളിതാ ഹീറ്റ് കൊടുക്കുകയാണ്. അത്യാവശ്യം ഇച്ചിരി ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൈസിനൊന്ന് തിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കാം. ഏറ്റവും മുകളിൽ ഒരു ചെറിയ, അതായത് നമ്മുടെ ഇയർ പീസ് വരുന്ന ഭാഗത്തും വീഡിയോ ഇച്ചിരി മുകളിലോട്ടായി പോയി എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടോ ഇവിടെ ഒരു സ്പേസ് എടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് ഇയർ പീസ് വരുന്നതിൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താണ്ട പ്ലാസ്റ്റിക് ഷീറ്റ് അത്രയേ ഉള്ളൂ. ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ 11 എടുത്ത് അങ്ങോട്ട് ഒരു കയറ്റിയിട്ട് ഒരു കറക്ക്. ഞാൻ ഈ ടെമ്പറിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത് മതി എന്നുള്ള രീതിയിലായതുകൊണ്ടാണ്. ഇപ്പോൾ ചിലരുടെ കമൻറ്റൊക്കെ കാണാം പ്രോപ്പർ ടൂൾസ് തന്നെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഞാൻ പ്രോപ്പർ ടൂൾസ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഓപ്പണർ ഉപയോഗിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വല്ലവന് പുല്ല് ആയുധം, അത്ര തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളിനി ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ഒറിജിനൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഗമ്മും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വിളിച്ച് പറഞ്ഞ് കൊണ്ടുവന്നതാണ്, ഇന്ന് പോകാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പോൾ അതാണ്ടേ നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് വേണ്ട, വിളിച്ച് പറഞ്ഞാലുള്ള കുഴപ്പം അതാണ്. വേണ്ട, സൈസിൽ ചെറുത് കൊള്ളാം എന്തായാലും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വേറെ മേടിച്ചിട്ട് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ഞാൻ അതാണ്ടേ പോയി എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഈ ഡിസ്പ്ലേയിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഈ ഡിസ്പ്ലേ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത, ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേയിൽ ഈ മോഡലിൻ്റെ ഡിസ്പ്ലേ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഡിസ്പ്ലേ എടുത്തിരിക്കുകയാണ്. അത് ഞാൻ ആദ്യമേ ഞങ്ങൾക്ക് പറഞ്ഞേക്കാം, കാരണം ഞാൻ മാറുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ഞാൻ ഇളക്കുകയാണ്. ബ്ലേഡൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ സൂക്ഷിച്ച് വേണം, സ്ട്രിപ്പ് കട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ സ്ട്രിപ്പ് ഇതിൻ്റെ ഇവിടെ സ്ട്രിപ്പ് എന്ന് വന്നു കവർ ഇളക്കാണ്. ഓക്കെ, കാരണം ഈ ഡിസ്പ്ലേകളൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് ഈ കവറൊക്കെ ഇളക്കി ഒട്ടിച്ചാൽ ഈ ആട്ടോ ടച്ച് ഇഷ്യൂ വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മനസ്സില്ലാതെ ഞാൻ എടുത്ത ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ ഡിസ്പ്ലേ കൊള്ളാമെന്ന് 2-3 പേര് എന്നോട് പറഞ്ഞു. നല്ല ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ല ക്വാളിറ്റിയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ മനസ്സിൽ വെച്ചാണ് ഈ ഡിസ്പ്ലേ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫ്രെയിമിൽ വെച്ചു. അതാണ്ട് കറക്റ്റ് സീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ, സീറ്റിംഗ് ഒന്നും അത്ര പെർഫെക്റ്റായിട്ട് സീറ്റാവുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ സീറ്റിംഗ് ആക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ സ്ട്രിപ്പ് കൊടുത്തു. ഇനി നമ്മൾ ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. 2-3 പേര് എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാം, നീ എടുത്ത് ഇടുമെന്ന് പറഞ്ഞു. ഇപ്പം വേറെ വഴിയുമില്ല, കസ്റ്റമറിന് അത്യാവശ്യമാണ്. മറ്റേ ഡിസ്പ്ലേ ആണെങ്കിൽ ഇല്ല, ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ എനിക്കിത് എടുത്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രമേ എനിക്ക് അതായത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് പറയാം. കുറേ മോഡൽസ് ഉണ്ടായിരുന്നു വേറെ വേറെ കമ്പനിയുടെ. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടതാണിത്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അതിലും എനിക്ക് സെലക്ട് ചെയ്ത് എനിക്ക് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കൊള്ളാം, ഞാൻ സെറ്റ് ചെയ്തപ്പം എനിക്കതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി മാത്രമല്ല, മൊത്തത്തിൽ എനിക്ക് ആ ഡിസ്പ്ലേ എനിക്ക് ഓൺ ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചനെ. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഫീൽ ഞാൻ മാറുന്ന പോലെ തന്നെ ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ ഇഷ്ടമില്ലാതെ തന്നെ എടുത്താലും തന്നെ നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു ഒരു ഇമ്പ്രഷൻ കിട്ടുമല്ലോ. കൊള്ളാം, നല്ല സാധനം. അപ്പോൾ ഇനി എന്തായാലും ചാർജ് കുറവാണ്, ഞാൻ ചാർജ് കുത്തിയിടാൻ പോവാണ്. ചാർജ് കുറച്ച് കയറ്റിയിട്ട് നമുക്ക് അപ്പോഴേക്കും കുറച്ച് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാനും കൂടി ആവും. എന്ന് പറഞ്ഞാൽ കുറേ നേരം ഞാൻ ചെക്ക് ചെയ്യാൻ വയ്ക്കും, ഒരു 10-20 മിനിറ്റെങ്കിലും ഇടണം. അപ്പോൾ അതിനുള്ള സമയവും കിട്ടും. ഓക്കെ, അപ്പോൾ ചാർജും കയറി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം ആട്ടോ ടച്ച് ഇഷ്യൂ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഓക്കെ, സംഭവം ആട്ടോ ടച്ച് അങ്ങനെ ഒരു കാര്യമില്ല, ഓവർ ഹീറ്റില്ല, യാതൊരു ഇഷ്യൂവും കാണിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ചില മൊബൈലുകൾ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ലോക്കൽ ചാർജർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുവാണെങ്കിൽ ആട്ടോ ടച്ച് ഇഷ്യൂ ആയിട്ട് അത് ആട്ടോ ടച്ച് ഓടി കളിക്കും. അപ്പോൾ അതുകൊണ്ട് ചാർജർ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല, ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഡയറക്റ്റ് ബാറ്ററി അങ്ങോട്ട് മാറ്റുന്നു. ഒന്ന് ഇളകി പാടോ, ഈ കവർ നമ്മൾ ഇളക്കിയെടുത്തുകൊണ്ട് അവിടെ ഒട്ടി നിൽക്കുന്നുണ്ടോ. ഇനി ഇതെടുത്ത് പിന്നെ അതിൻ്റെ അത് വെച്ച് ഒട്ടിക്കണം. ഓക്കെ, ഇളകി വന്നു. ഇനി നമ്മുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത്, ഒറ്റ സ്ട്രിപ്പായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഓക്കെ,
ഇത് നമ്മൾ ഒട്ടിച്ച് മാറാൻ പോവാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാനൊരു മൊബൈൽ ഇളക്കിയായിരുന്നു. അതിൻ്റെ അകത്തുള്ള ഗമ്മൊക്കെ ആണെങ്കിൽ വലിച്ച് കയറ്റി വെക്കുന്ന കാണാം. മച്ചാനെ സീറ്റിംഗ് ആവണമെന്ന് വിചാരിച്ച് ഒരുപാട് ഗമ്മ് കയറ്റുന്നതിനെക്കാട്ടിലും കറക്റ്റായ അളവിൽ ഗമ്മ് വെച്ചിട്ട് ഇച്ചിരി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കറക്റ്റ് ലെവൽ വെച്ച് ഒട്ടിച്ച് കുറച്ച് ടൈം എടുത്ത് അത് ഉണങ്ങാനായിട്ടുള്ള ടൈം കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഈ കണ്ടമാനം ഗമ്മ് കയറ്റുമ്പം അത്രയും കട്ടി അകത്ത് കയറും. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇച്ചിരി ഗമ്മ് വയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിൽക്കും. ഒരുപാട് ഗമ്മ് വയ്ക്കുന്നെങ്കിൽ ഡിസ്പ്ലേ ഒരുപാട് കനത്തിൽ, അതായത് ഒരുപാട് ഗമ്മിൻ്റെ പുറത്ത് കയറി ഡിസ്പ്ലേ നിൽക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു നൂലിൻ്റെ ലെവലിൽ മതി ഗമ്മ് സീറ്റ് ആവാനായിട്ട്. ചില മൊബൈലൊക്കെ ഞാൻ ഇളക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗമ്മ് അടിച്ച് കയറ്റി അവസാനം ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഹൈറ്റിൽ മുകളിൽ നിൽക്കും. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. ഒരു ലെവലിന് ഇപ്പോൾ നോർമൽ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഇന്നിപ്പോൾ ഞാൻ സീറ്റിംഗ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ പറഞ്ഞാൽ അതിനുവേണ്ടി വലിച്ചു വാരി കയറ്റുന്നല്ല, ഒരു ഇച്ചിരി നോർമൽ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഫ്രെയിമിൽ നിന്നും ഇച്ചിരി മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കണം. കറക്റ്റ് സീറ്റിങ്ങിൽ വരും. ഈ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആവില്ല, അത് ഞാൻ പറഞ്ഞു. ഇതാണ്ട് ഒരു ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ട്. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ സെറ്റാവും, അത് ഉറപ്പാണ്. കാരണം ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോഴും ഒരു ചെറുതായിട്ടൊന്ന് ഒരു 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 ഇച്ചിരി മിസ്സിങ് ഉണ്ട്. പക്ഷേ അത് റബ്ബർ ബാൻഡ് ഇടുമ്പം താരും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡിസ്പ്ലേ എടുത്തത്. വേറെ 2-3 ഡിസ്പ്ലേ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടപ്പോഴേക്കും ഒരു സീറ്റിങ്ങും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വലിച്ചു കയറ്റി ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലും നിൽക്കത്തുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷേ ഈ ഡിസ്പ്ലേ കുഴപ്പമില്ല, സീറ്റ് ആവുന്നുണ്ട്. ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ്ടേ ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. അതുപോലെ റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഓവർ ടൈറ്റ് ചെയ്തിട്ട് അവസാനം ആട്ടോ ടച്ച് ഇഷ്യൂ വരുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാതെ പലരും ചിന്തിച്ച് നിന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് കമൻറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഓവർ ടൈറ്റ് അല്ല, ഉണങ്ങാനായിട്ട് വെക്കുകയാണ്. ഉണങ്ങിക്കഴിഞ്ഞു, നമ്മൾ ഇളക്കാൻ പോവുകയാണ്. ഇളക്കി 2-3 റബ്ബർ ഇളക്കിയതിന് ശേഷം ഞാൻ വീഡിയോ ഓണാവാത്തത് കണ്ടത്. അപ്പം ഇളക്കിയിട്ടുണ്ട് വെച്ചാൽ അതാണ്ടേ വളരെ സിമ്പിളായിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട്. സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട്. പക്ഷേ 100% സീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 99% ഓക്കെ ആണ്, പ്രശ്നമില്ല. ഫ്രെയിമിൻ്റെ വെളിയിലോ അങ്ങനെ ചാടി നിൽക്കുകയോ ഒന്നുമില്ല കേട്ടോ, കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതാണ്ട് ഈ സാധനം ഞാനൊന്ന് വലിച്ചെടുക്കട്ടെ. ഇത് വേണം, കാരണം ഇപ്പോൾ നമ്മളല്ല ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി സർവീസിന് കൊടുക്കുന്നെങ്കിൽ ഈ ബാറ്ററി കവറുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ട് ഞാനതവിടെ തിരിച്ച് ഒട്ടിച്ച് വെച്ചു. ഇനി ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ്. നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ സീറ്റിംഗ് ആവാത്ത ഡിസ്പ്ലേകൾ നിങ്ങൾ സീറ്റിംഗ് ആക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ മസ്റ്റായിട്ടും ബാറ്ററി ഇട്ട് ഓൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഈ സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ബാറ്ററി കണക്ട് ചെയ്തില്ല, ഇവിടെ കൊണ്ട് സെറ്റ് ഓൺ ആക്കിയിട്ട് ഒന്ന് ടച്ചും കാര്യങ്ങളും എല്ലാം ഡിസ്പ്ലേ എല്ലാം ഡോട്ടും എല്ലാം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചെടുക്കുക, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാൻ പോവാണ്. ബാറ്ററി വെച്ചു. ഇനി അടുത്ത് നമ്മുടെ മദർ ബോർഡ് പ്രൊട്ടക്ടർ, അവിടെ ആ പെയിൻറ്റ് കണ്ടോ, അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇളക്കിയിട്ടില്ല. ആ ഗം സ്റ്റിക്കർ ഇളക്കിയിരുന്നെങ്കിൽ പോയേനെ. ഞാൻ ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് വയ്ക്കാൻ മറന്നുപോയി വെച്ചാൽ. ഇത് കണ്ടോ, ചുമ്മാ ഓപ്പണായിട്ടൊന്ന് തൂക്കിയിട്ടേക്കാണ്, ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടേക്കാണ്. ഇതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരിച്ചിരി അതിന് ഒരു സേഫായിട്ടുള്ള ഒരു ഇത് കൊടുക്കാമായിരുന്നു. ബാറ്ററിയുടെ അടിയിലൂടെയോ അല്ലെങ്കിൽ ഈ മദർ ബോർഡിൻ്റെ സൈഡിൽ കൂടി കൊണ്ടുവന്നിട്ട് വയ്ക്കുകയോ ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് അങ്ങനെ വരികയോ അങ്ങനെ വല്ലതും ചെയ്യാമായിരുന്നു. പക്ഷേ ചുമ്മാ അങ്ങ് തൂക്കി അവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചില വിഷയങ്ങളിൽ എനിക്ക് റിയൽമിക്കകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തത്. ചില കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു മോട്ടോയൊക്കെ ഇളക്കി കഴിഞ്ഞാൽ അവർ ഏറ്റവും കുറഞ്ഞ മൊബൈലിലും അവർ ഒരു സേഫ് വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം അങ്ങനെ എനിക്ക് അത്ര ഒരു ഫീലില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ സ്ക്രൂഡാണ്. ഇവിടെ കാണുമ്പോൾ നോക്കിയാൽ 3 ക്യാമറ ഉള്ളതായിട്ട് നമുക്ക് സഡൻലി നോക്കുമ്പോൾ 3 ക്യാമറ ഉണ്ടെന്ന് തോന്നും അല്ലേ. പക്ഷേ ഒരെണ്ണം ഫ്ലാഷ്, മൂന്ന് ഒരേ ലൈനിൽ കൊടുത്തിരിക്കുക. നോക്കിയാൽ 3 ക്യാമറ, ട്രിപ്പിൾ ക്യാമറ മൊബൈൽ എന്ന് ആൾക്കാർ ആഗ്രഹിച്ച് മേടിക്കാനായിരിക്കും. ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ മൈൻഡല്ലയോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗമ്മ് ഏത് ഉപയോഗിക്കണമെന്ന്. ഗമ്മ് മാർക്കറ്റിൽ ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട് മച്ചാനെ. ഞാൻ ഉപയോഗിക്കുന്നത് 002 ആണ്. തുടങ്ങിയ നാൾ മുതൽ, ഞാൻ പണി തുടങ്ങിയ അന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒറ്റൊരു ഗം അത് മാത്രമേ ഉള്ളൂ, ബ്ലാക്ക്. കിടിലൻ സാധനമാണ്. എനിക്കിതുവരെ യാതൊരു ഇഷ്യൂവും ആ ഗമ്മിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ബ്രാൻഡ് കളയുന്നതുമില്ല. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്.
തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഞാൻ ആഗം വിട്ടിട്ടില്ല എന്ന് പറയാം. ഓക്കെ മച്ചാൻ. അപ്പം ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അവിടെ കറക്റ്റ് ലെവലിന് വെച്ചിട്ട് നോക്കി. അവിടെ പിടിത്തമായിട്ടൊന്നുമില്ല, ചുമ്മാ തൂക്കിയിട്ടേക്കാണ്. അതാണ് എനിക്ക് മനസ്സിനൊരു വല്ലായ്മ. ഓക്കെ, സെറ്റ് ചെയ്തു. ബാക്ക് പാനൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മച്ചാനെ. നല്ല വള്ളം പോലെ നല്ല സെറ്റ് ചെയ്തിരിക്കുക, നല്ല കപ്പ് പോലെ ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സിമ്മും കൂടി ഇട്ടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫൈനൽ ചെക്കപ്പ് ചെയ്യാം. പൊതുവേ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നേരത്ത് സിം ഇട്ട് ചെക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ സിം അധികം ഇട്ട് ചെക്ക് ചെയ്യാറില്ല. ചില ഡൗട്ടുള്ള ബോർഡുകളാണെങ്കിൽ സിം ഇട്ട് ചെക്ക് ചെയ്യാറുണ്ട്, അല്ലാതെ ഞാൻ ഇടാറില്ല. ഏറ്റവും അവസാനമാണ് സിം ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ബാറ്ററി സെറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് ഫൈനലായിട്ട് ചെക്ക് ചെയ്യണമെന്ന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ക്ലിയറായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം കസ്റ്റമറെ കൊടുക്കൂ. അപ്പോൾ എന്തായാലും ഓണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു മച്ചാനെ. ഞാൻ ഈ വീഡിയോയിൽ ഈ 2-3 വട്ടം പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം, അല്ലാതെ ചുമ്മാ പറയാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നല്ല ഡിസ്പ്ലേ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ ആണ്, എല്ലാം ക്ലിയറാണ്. ഇനി നമ്മൾ കസ്റ്റമർ വരുമ്പം കസ്റ്റമർ വരുന്നതിന് മുമ്പേ ഗമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണ്, പക്ക. അപ്പോൾ കസ്റ്റമർ ഇപ്പം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചേനെ, സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് ഒന്ന് കാണിച്ചേനെ. പക്ഷേ കസ്റ്റമർ വന്നില്ല. കാരണം നമ്മൾ ഈ മുകളിലിരിക്കുന്ന സ്റ്റിക്കറൊക്കെ ഇളക്കണം. ഈ കസ്റ്റമർ നമുക്ക് ചോദിക്കില്ലെന്നറിയാം, പക്ഷേ ചില കസ്റ്റമറുടെ അടുത്ത് മുകളിൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ നിങ്ങളിത് പഴയ ഡിസ്പ്ലേ ആണോ ഇട്ടേന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വല്ല സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാനെ. ഒരു വട്ടം ഒരു മൊബൈൽ ഡിസ്പ്ലേ മാറി കവറൊക്കെ ഇളക്കി തുടച്ച് വെച്ചപ്പോഴേക്കും ഇതെന്താ മുകളിലൊരു കവർ ഉണ്ടാവില്ല, അതില്ലല്ലോ പഴയ ഡിസ്പ്ലേ ആണോ ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് കഴിഞ്ഞ് മച്ചാനെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.